നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു മികച്ച ജോലി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മികച്ച അവസരമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസിലെ അസിസ്റ്റൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷന്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് എ പോസ്റ്റാണെന്ന് കാര്യം മനസ്സിലാക്കാം. മികച്ച ശമ്പളത്തോടെ ലെവൽ 10 സാലറി ആയിരിക്കും ലഭിക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മികച്ച ഒരു ജോലി അവസരമാണ്. 80 ഒഴിവുകളുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് UPSCക്ക് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കും ജോലി ലഭിക്കുക എന്ന കാര്യം ഓർമ്മിക്കാം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് എലിജിബിലിറ്റി, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFOയിലേക്കാണ്. ഇതൊരു ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് A പോസ്റ്റാണ്. 80 ഒഴിവുകളാണുള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ മികച്ച ശമ്പള സ്കെയിൽ കേന്ദ്ര സർക്കാരിൻ്റെ 7ാം ശമ്പള കമ്മീഷൻ ലെവൽ 10 സാലറിയാണ് ലഭിക്കുക. അതായത് അടിസ്ഥാന ശമ്പളത്തിന് 56,100 രൂപയാണ്. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ 1,00,000 രൂപ അടുത്ത് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 സെപ്റ്റംബർ 11 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാല ബിരുദം, ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ അഭിലഷണമായ യോഗ്യത പറഞ്ഞിട്ടുള്ളത് കമ്പനി ലോ, ലേബർ ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലോ ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇതിലിപ്പം പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 35 വയസ്സാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. OBC-കാരാണെങ്കിൽ 38 വയസ്സ് വരെയും, SC/ST-കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ 40 വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡിസബിലിറ്റി ഉള്ളവർക്കും നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സൊക്കെ 25 രൂപ മാത്രമേ അപേക്ഷാ ഫീസായിട്ടുള്ളൂ. SC/ST-കാരെ കാൻഡിഡേറ്റിനും ഡിസബിലിറ്റി ഉള്ളവരാണ് അവർക്കും. അതുപോലെ വനിതകൾക്കും ഫീസില്ല. ബാക്കി എല്ലാവരും 25 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ, അതിൻ്റെ കോഡ് 96, കോഴിക്കോട് 57, തിരുവനന്തപുരം 19, അങ്ങനെ 3 സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം ഓർമ്മിക്കുക. ഇത് സെലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. റിട്ടേൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. അതിലേക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. -1/3, 3 ചോയ്സ് ഉണ്ടെങ്കിൽ ഒരു ചോയ്സ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ -1/3 ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് മിക്കവാറും സബ്ജക്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ്, അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്തമാറ്റിക്സ്, ലേബർ ലോ, ലേബർ കോഡ്സ് എന്നിവയിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും പ്രിഫറൻസ് ആയിട്ട് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 11, 2026 ആണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും. ഏറ്റവും പ്രധാനം പെർമനൻറ്റ് പോസ്റ്റാണ്, സ്ഥിര നിയമനമാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ https:/upsc.nic.in/ORAL/ എന്ന ലിങ്ക് വഴിയാണ് നിങ്ങളിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാവും. അപ്പോൾ അപേക്ഷയുടെ നമ്മൾ ലൈവായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാല്ല വേണ്ട, ലൈവായിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കുക വേണ്ടത്. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വിശദമായ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ അവസരം താല്പര്യമുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.